ഹലോ എവരി വൺ. നമുക്കെല്ലാവർക്കും ഒറ്റ ജീവിതമേ ഉള്ളൂ. അത് മാക്സിമം ഹാപ്പി ആയിരിക്കുക ഇത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ എങ്ങനെ, ഹൗ, ഇതായിരിക്കില്ലേ നമ്മുടെ ചിന്ത. സോ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. എങ്ങനെ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാം, അതിനുള്ള 2 ടിപ്സ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കിയാലോ. നമ്മൾ ഇന്ന് എങ്ങനെയാണ് ജീവിക്കുന്നത്? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി. നമ്മൾ എന്ത് ചെയ്യുന്നതും മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയാണ്, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങനെയല്ലേ? പക്ഷേ മറ്റുള്ളവർ നമ്മളെ പറ്റി എന്ത് വിചാരിക്കുമെന്നുള്ള ആ ചിന്ത ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ സ്വയം ലിസൺ ചെയ്യാൻ പറ്റും. അതുമൂലം നമുക്ക് നമ്മുടെ ഹാപ്പിനെസ്സിനെ തിരിച്ചു കൊണ്ടുവരാം. നമുക്ക് നമ്മളെ തന്നെ ലിസൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും എന്താണ് വേണ്ടത് എന്ന് അറിയാനും അത് നമുക്ക് പെർസ്യൂ ചെയ്യാനും അച്ചീവ് ചെയ്യാനും പറ്റും. അതിൽ 2 സ്റ്റെപ്സ് പറഞ്ഞു തരട്ടെ. ഫസ്റ്റ് 1, നിങ്ങൾക്ക് എന്താണോ ആവേണ്ടത് അത് നിങ്ങൾ ചെയ്യാൻ അനുവദിക്കുക. നിങ്ങൾ നിങ്ങളെ ചെയ്യാൻ അനുവദിക്കുക. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ ചെയ്യുക. അതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത്, എന്താണോ നിങ്ങളെ ഹാപ്പിയാക്കുന്ന കാര്യം അത് നിങ്ങൾ ലൈഫിൽ ചെയ്യാൻ സമയം കണ്ടെത്തുക. ശരിക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യം നിങ്ങളുടെ ലൈഫിൽ എന്താണോ എന്ന് ആലോചിച്ച് നോക്കിയേ. അത് ചെയ്യാൻ നിങ്ങൾ സമയം കൊടുക്കാറുണ്ടോ? എന്നാൽ അതിന് നിങ്ങൾ സമയം കണ്ടെത്തുക. ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും, തിരക്കുകളുണ്ടാവും. പക്ഷേ നിങ്ങളാക്കുന്ന ആ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വാല്യൂ ആയ ഒന്നാണ്. അതായത് നിങ്ങളുടെ ഹാപ്പിനെസ് കണ്ടെത്താനുള്ള ഏറ്റവും വലിയ വഴിയാണ്. സോ മേക്ക് ടൈം ടു ഡു വാട്ട് യു ലവ്. ഇറ്റ് വിൽ ബി എ ഗുഡ് ഫോർ യുവർ വെൽബീയിങ്. അത് ചിലപ്പോൾ ഒരാളാകാം, അല്ലെങ്കിൽ ഒരു ഹോബി ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ നല്ല സ്ഥലങ്ങളാകാം. പക്ഷേ ഗിവ് സം ടൈം ഫോർ ഇറ്റ്. നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടി കുറച്ച് സമയം നിങ്ങൾ മാറ്റിവെക്കുക. മറ്റുള്ളവരത് മനസ്സിലാക്കണമെന്നില്ല, അവർ നമ്മളെ അനുവദിക്കണമെന്നില്ല. പക്ഷേ മറ്റുള്ളവരുടെ അനുവാദത്തിന് എപ്പോഴും നമ്മൾ കാത്തു നിൽക്കേണ്ടതില്ല. അവരുടെ സമ്മതം കാത്തു നിന്നാൽ നമുക്കത് നടപ്പിലാക്കാനും പറ്റില്ല. സോ you can focus on your important things, what you love to do. Clear your mind. നിങ്ങളുടെ മനസ്സിനെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുക. സ്ട്രെസ് വരുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. അതുമായുള്ള വിശ്വാസങ്ങൾ മാറ്റി നിർത്തുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഒന്ന് ജീവിച്ച് നോക്കിയേ. എന്ത് ഹാപ്പി ആയിരിക്കും, അല്ലേ? സോ അതുപോലെ തന്നെ ചില ആളുകൾ പാസ്റ്റിലെ മിസ്റ്റേക്സ് ആലോചിച്ചിരിക്കാറുണ്ട്. അതിപ്പോഴും ആലോചിച്ചിട്ട് സങ്കടപ്പെടുന്ന എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ? ഞാൻ അങ്ങനൊരു തെറ്റ് ചെയ്തല്ലോ, അതിൻ്റെ കുറ്റബോധമായിട്ട്. സോ നമ്മുടെ പാസ്റ്റ് മിസ്റ്റേക്കിനെ വിട്ടുകളയുക. പണ്ട് ചെയ്ത കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നത് നോ യൂസ്. അത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഹാപ്പിനെസ്സും കൂടെ ഇല്ലാതാക്കും. സോ ഇറ്റ് വിൽ റിസ്റ്റോർ യുവർ ഫോക്കസ്. നിങ്ങളുടെ എനർജിയെ അത് വലിച്ചെടുക്കും. സോ ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് അതൊരു തടസ്സമായിരിക്കും. സോ സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യുവർ പാസ്റ്റ്. ഫോർഗീവ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ ഒന്ന് ക്ഷമിക്കുക. നിങ്ങളോട് തന്നെ ഒന്ന് ക്ഷമിക്കുക. സ്വയം ക്ഷമിക്കുക. ആ തെറ്റ് ഇനി ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. സോ ഗീവ് പെർമിഷൻ ആൻഡ് മൂവ് ഓൺ. സോ ഹാപ്പി ആയിട്ടിരിക്കാനും നിങ്ങൾ റെഡിയാവണം. ഹാപ്പിനെസ് തനിയെ നിങ്ങളുടെ അടുത്ത് വരുമെന്ന് വിചാരിച്ച് ഒരിക്കലും ഇരിക്കരുത്. ടേക്ക് ആക്ഷൻ, പ്രൊസീഡ്. യു ക്യാൻ ചൂസ് യുവർ പ്രസൻറ്റ് മൊമെൻറ്റ് ടു ബി ഹാപ്പി. അവസാനമായിട്ട് ഞാനൊരു കോട്ട് പറഞ്ഞിട്ടാണ് നിർത്തുന്നത്. The present moment is filled with joy and happiness. If you are attentive
യു ക്യാൻ സീ ഇറ്റ് ഓർ അതർവൈസ് യു വിൽ സീ ഇറ്റ്. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സോ ബി ഹാപ്പി എവരി ടൈം. താങ്ക് യു.